അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ലാ അഹദുകുമുൽ ജുമുഅ ഫൽയുസല്ലി ബഅദഹാ അർബഅൻ റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും സവിശേഷമായ ദിവസമായ യൗമുൽ ജുമുഅ, ആ ദിവസത്തിലാണ് ഇപ്പോൾ ഇന്ന് നമ്മളുള്ളത്. ബാബു സുന്നത്തുൽ ജുമുഅ എന്ന ശീർഷകത്തിൽ ഈ വിഷയസംബന്ധമായി വന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലാ അഹദുകുമുൽ ജുമുഅ, നിങ്ങൾ ആരെങ്കിലും ജുമുഅ നമസ്കരിച്ചാൽ ഫൽയുസല്ലി ബഅദഹാ അർബഅൻ, അതിനുശേഷം നിങ്ങൾ 4 റക്അത്ത്, രണ്ട് വീതമായി 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊള്ളട്ടെ. മറ്റൊരു ഹദീസിലുള്ളത്, വൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് പറയുകയാണ്, കാന ലാ യുസല്ലി ബഅദൽ ജുമുഅത്തി ഹത്താ യൻസരിഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നമസ്കരിക്കാറില്ലായിരുന്നു. ഫയുസല്ലി റക്അത്തൈനി ഫീ ബൈതിഹി, അദ്ദേഹം പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയാൽ തൻ്റെ വീട്ടിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കും. വീടെന്ന് പറഞ്ഞാൽ വലിയ ദൂരത്ത്, നമ്മളേക്ക് വീടുള്ള പോലെ വലിയ ദൂരത്തൊന്നുമല്ല, പള്ളിയുമായി അറ്റാച്ച്ഡ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, വീട്ടിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരാൾ ജുമുഅ കഴിഞ്ഞ് ഉടനെ തന്നെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അയാൾ 4 റക്അത്ത് 2 പിന്നെ 2 കൂടി നിസ്കരിക്കുക എന്ന സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്തായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇനി ഒരാൾ പള്ളിയിൽ നമസ്കരിക്കുന്നില്ല, വീട്ടിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് വീട്ടിനെ ഹയാത്താക്കാൻ ആ സുന്നത്ത് നമസ്കാരം 2 റക്അത്തായിട്ട് നമസ്കരിക്കണം. അങ്ങനെയുള്ള സുന്നത്താണ് ജുമുഅക്ക് ശേഷം ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്തുകളും അമലും വർദ്ധിപ്പിച്ച് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സലീമായ ഹൃദയത്തോടുകൂടി കണ്ടുമുട്ടാൻ കഴിയുന്ന രൂപത്തിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പാകപ്പിഴവുകളും അനർത്ഥങ്ങളും അബദ്ധവും തെറ്റും കുറ്റവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും വിട്ടുപുറത്തും മാപ്പാക്കി മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം അമലുകളും ഇബാദത്തുകളും കൂടുതൽ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞ നമ്മുടെ സഹോദരങ്ങളും മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ ഈ മജ്ലിസിൽ, ആശുപത്രികളിൽ, വീടുകളിൽ രോഗികളായി കഴിയുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും ആഫിയത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും അവനവന്റെ കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണം വരെ ഈമാനോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا
وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.